അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ക്രാഷ് കോഴ്സിന്റെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതിന്റെ സമയത്ത് നമ്മൾ ആ കുട്ടികൾക്ക് ഒരു വർക്ക്ഷീറ്റ് കൊടുക്കും. വർക്ക്ഷീറ്റിൽ എന്ന് പറഞ്ഞാൽ ഇത് ഐസറിലെ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയെടുത്ത വർക്ക്ഷീറ്റാണ്. അതിൽ ഈ NCERT-യിലുള്ള ബൗണ്ടറീസ്, അതായത് NCERT-യിലുള്ള സിലബസ്, അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത് എന്നതിൻ്റെ ഒരു അനാലിസിസും ഒരു ഇൻസൈറ്റും ആയിരിക്കും ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് നമ്മൾ പേജ് മറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രാക്ടീസ് വർക്ക്ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രാക്ടീസ് വർക്ക്ഷീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 15 ചോദ്യമാണ് ഒരു വർക്ക്ഷീറ്റിൽ ഉണ്ടാവുക. ക്രാഷ് കോഴ്സ് ആകുമ്പോഴേക്ക് 15 ചോദ്യം എന്നൊക്കെ പറയുന്നത് തന്നെ നല്ല നമ്പറാണ്. അപ്പൊ എന്താണ് ഈ ഒരു പ്രാക്ടീസ് വർക്ക്ഷീറ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ അറിയോ, നമ്മൾ NCERT ആണ് നമ്മൾ തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ നിന്ന് NCERT-യുടെ ബേസിൽ നിന്നും എങ്ങനെ അഡ്വാൻസ് ചെയ്ത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ലെവലിൽ ഒരു കുട്ടിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്തിക്കാം എന്നാണ് ഈ വർക്ക്ഷീറ്റ് ഡിസൈൻ ചെയ്ത് ആളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിലെ ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു വർക്ക്ഷീറ്റിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പക്ക NCERT ബേസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് അവസാനത്തെ 15ാമത്തെ ചോദ്യമാവുന്ന സമയത്ത് പ്യുവർലി എങ്ങനെയാണോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരുന്നത് അതേപോലത്തെ ഒരു ചോദ്യമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇതാണ് ഇങ്ങനത്തെ ഒരു വർക്ക്ഷീറ്റ് കുട്ടികൾക്ക് കൊടുക്കും. ആൻഡ് അതിൻ്റെ പുറമെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് ഒക്കെ ഡിസൈൻ ചെയ്തതും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഐസർ കമ്മ്യൂണിറ്റിയിലുള്ള നിങ്ങളുടെ മെന്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പേഴ്സണൽ മെന്റേഴ്സും ആരെയാണ് ഐസറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓൾറെഡി ക്ലിയർ ചെയ്ത ആളുകളാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂൺ 7-ാം തീയതി വരെ ക്ലാസ്സുകളുണ്ട്. സോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. So see you there in the crash course and thanks for watching.